ഒരു ചെറുഗ്രാമത്തിൽ ജീവിച്ചിരുന്ന വികാസും അർജുനും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ അർജുൻ വളരെയധികം ബുദ്ധിമുട്ടുകളിൽ നിന്ന് ജീവിച്ചു വളർന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ വീട്ടിൽ അത്ര നല്ല രീതിയിലുള്ള സന്തോഷമോ അതുപോലെ നല്ലൊരു ചെറുപ്പകാലമോ അർജുന് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അർജുൻ ജീവിച്ചു വളർന്ന ജീവിത രീതികളൊക്കെ അല്പം വ്യത്യസ്തമായിരുന്നു. എന്നാൽ വികാസ് അർജുനിൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ച് പഠിക്കുകയും ഒരുമിച്ച് സമയം ചിലവഴിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അവർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ പട്ടണത്തിലേക്ക് പഠിക്കാനായി പോയി. അവിടെ ഉണ്ടായിരുന്ന ഒരു കോളേജിൽ അവർക്ക് അഡ്മിഷനും ലഭിച്ചു. അങ്ങനെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ അവരുടെ ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ കടന്നുപോയി. എന്നാൽ അവസാന വർഷത്തെ വിദ്യാർത്ഥികളായി നിൽക്കുന്ന സമയത്തായിരുന്നു അവരുടെ ജീവിതത്തിലേക്ക് പ്രണയത്തിൻ്റെ രൂപത്തിൽ മരണം അവർക്കിടയിലേക്ക് കടന്നു വന്നത്. എന്നാൽ അത് അവർക്ക് മുന്നേ മനസ്സിലാക്കാനൊന്നും സാധിച്ചിരുന്നില്ല. എങ്ങനെയായിരുന്നു അവരുടെ ജീവിതത്തിലേക്ക് ആ പ്രണയവും അതുപോലെ പ്രണയമായി വന്ന ആ മരണവും വന്നതെന്ന് നമുക്ക് മുഴുവനായിട്ട് കേൾക്കാം. മൂന്നാം വർഷത്തിലായിരുന്നു ആ കോളേജിലേക്ക് മറ്റൊരു കോളേജിൽ നിന്നും നന്ദിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിദ്യാർത്ഥിനി അഡ്മിഷൻ എടുത്തത്. നന്ദിനി വളരെയധികം സൗന്ദര്യമുള്ള ഒരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം കണ്ടാലും ആദ്യ കാഴ്ചയിൽ തന്നെ അവളോട് പ്രണയം തോന്നുമായിരുന്നു. അവളെ ആദ്യമായി കണ്ട ദിവസം തന്നെ അർജുന് അവളോട് പ്രണയം തോന്നിയിരുന്നു. അവളുടെ കൂടെ ഒരു ജീവിതം ജീവിച്ചു തീർക്കുന്നത് വരെ സ്വപ്നം കണ്ട് നടക്കുകയായിരുന്നു അർജുൻ. എന്നാൽ നന്ദിനിയോട് തൻ്റെ മനസ്സിലെ കാര്യം തുറന്നു പറയാൻ മടി കാണിച്ച അർജുൻ ആ പ്രണയം ഉള്ളിലൊതുക്കിക്കൊണ്ട് നടന്നു. എന്നാൽ വികാസിൻ്റെ ക്യാരക്ടർ എന്നത് അവിടെ ഉണ്ടായിരുന്നവരോട് എല്ലാവരോടും, ടീച്ചേഴ്സിനോടാവട്ടെ വിദ്യാർത്ഥികളോടാവട്ടെ അവിടെ ജോലി ചെയ്യുന്ന ഏത് സഹപ്രവർത്തകരോടാവട്ടെ അവൻ നല്ല രീതിയിൽ കളിച്ച് ചിരിച്ച് സംസാരിക്കുന്ന ഒരു തരം പ്രകൃതമായിരുന്നു. അതുകൊണ്ട് തന്നെ നന്ദിനിയോട് അവന് കൂടുതൽ അടുക്കാനായിട്ട് സാധിച്ചു. നല്ല രീതിയിൽ ഒരു നല്ല സൗഹൃദം വികാസിൻ്റെയും നന്ദിനിയുടെയും ഇടയിൽ ജനിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇതൊക്കെ ദൂരെ നിന്ന് കണ്ട അർജുന് വല്ലാത്ത തരത്തിലുള്ള അസൂയയൊക്കെ തോന്നിയിരുന്നു. ഇനിയും എൻ്റെ പ്രണയം പറയാൻ വൈകിയാൽ പിന്നെ എനിക്ക് നന്ദിനിയെ എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ അർജുൻ ഒരിക്കൽ തനിച്ച് കിട്ടിയ നന്ദിനിയോട് തൻ്റെ മനസ്സിലെ ഇഷ്ടങ്ങൾ തുറന്നു പറഞ്ഞു. എന്നാൽ ആ സമയത്ത് നന്ദിനി ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പതുക്കെ അർജുനിൻ്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു. എനിക്ക് നിന്നെയല്ല ഇഷ്ടം, നിന്റെ സുഹൃത്തിനെയാണ് എനിക്കിഷ്ടമെന്ന്. ഇതുകൂടി കേട്ടതോടെ അർജുൻ്റെ ഹൃദയം തകർന്നുപോയി. പിന്നീട് അവൻ മറ്റൊരാളായി മാറാൻ തുടങ്ങി. അവൻ വികാസിനോട് കൂടുതൽ അടുക്കാതെയായി. വികാസ് ഇടയ്ക്കിടയ്ക്ക് അവൻ അരികിലേക്ക് പോയാൽ പോലും അർജുൻ അവനെ അകറ്റി മാറ്റുന്നത് പോലെ തോന്നി. എന്നാൽ വികാസിന് അർജുൻ്റെ മൂഡ് സ്വിംഗ് ക്യാരക്ടറൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ വികാസ് അതൊന്നും കാര്യമാക്കിയില്ല. എന്നാൽ ദൂരെ നിന്നും വികാസിൻ്റെയും നന്ദിനിയുടെയും കൂടിച്ചേരലുകൾ അവൻ നിരീക്ഷിച്ചിരുന്നു. ഓരോ രാത്രികളിലും അവൻ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മറ്റൊരാളായി പെരുമാറാൻ തുടങ്ങി. എല്ലാവരോടും ദേഷ്യം, എന്ത് പറഞ്ഞാലും അതിനൊക്കെ തർക്കുത്തരം. അങ്ങനെയുള്ള ഒരു സ്വഭാവം അർജുനിൽ വന്നുകൊണ്ടിരുന്നു. എന്നാൽ സഹിക്കാനാവാത്ത അസൂയ കാരണം എങ്ങനെയെങ്കിലും വികാസിനെ കൊല്ലണമെന്ന ചിന്ത മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഉറ്റ സുഹൃത്തിനെ എങ്ങനെ കൊല്ലും എന്ന ഒരു ചിന്ത കൂടി അവൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവൻ്റെ മുത്തശ്ശിയുടെ ഗ്രാമത്തിലെ ആ ബ്രഹ്മരക്ഷസിൻ്റെ കാട് ഓർമ്മ വന്നത്. ആ ബ്രഹ്മരക്ഷസ് വാഴുന്ന ആ കാട്ടിലേക്ക് അവനെ കൊണ്ടു ചെന്നിട്ട് അവിടെ വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്നായിരുന്നു അർജുനൻ്റെ തീരുമാനം. അതിനുവേണ്ടി ഒരു മാസക്കാലയളവോളം വികാസിനോട് സംസാരിക്കാതിരുന്ന അർജുൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വികാസിനടുത്തേക്ക് ചെന്നിട്ട് വികാസിനോട് പറഞ്ഞു, എൻ്റെ മനസ്സിന് നല്ല സുഖമില്ല, ഞാനാകെ മൂഡ് ഓഫ് ആണ്. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറി നിന്നാൽ ഈ മൈൻഡൊക്കെ ഒന്ന് മാറും. അതുകൊണ്ട് നമുക്ക് മുത്തശ്ശിയുടെ ഗ്രാമത്തിലേക്ക് പോയാലോ എന്ന് പറഞ്ഞു. അവിടെ വീട്ടിൽ കുറച്ച് ദിവസം പോയി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ മാറാൻ സാധ്യതയുണ്ട് എന്ന് വികാസിനോട് അർജുൻ പറഞ്ഞു. ശരി, നമുക്ക് പോകാം. കാരണം അവൻ വിചാരിച്ചത് നമുക്ക് അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ തൻ്റെ ഉറ്റ സുഹൃത്തായ അർജുൻ്റെ മനോവിഷമവും മാറും, അതുപോലെ അവനൊരു മാറ്റവും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു. അങ്ങനെ അവർ
പട്ടണത്തിൽ നിന്നും ഗ്രാമത്തിലേക്ക് ബസ്സിൽ പോവാൻ തുടങ്ങി. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം അവർ നേരെ ചെന്നത് തൻ്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്കായിരുന്നു. മുത്തശ്ശി അവർ രണ്ടുപേരെയും ഇരു കൈകളോടെയും സ്വാഗതം ചെയ്തു. അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും പലഹാരങ്ങളും ആ വൃദ്ധയായ സ്ത്രീ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ അർജുൻ്റെ മനസ്സിൽ ഒരു സന്തോഷമുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും വികാസിനെ വകവരുത്തണം എന്ന ചിന്തയായിരുന്നു. അടുത്ത ദിവസം രാവിലെ ഉണർന്ന വികാസ് അർജുനെ എവിടെയും തിരഞ്ഞിട്ട് കണ്ടില്ല. എന്നാൽ വികാസ് പോയിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു മന്ത്രവാദിയുടെ പക്കലേക്കായിരുന്നു. ആ ഗ്രാമത്തിലെ ആഭിചാരങ്ങളും അതുപോലെ കൂടോത്രങ്ങളും ചെയ്യുന്ന ഒരു മന്ത്രവാദിയുടെ അരികിലേക്ക്. എന്നാൽ ആ മന്ത്രവാദി അർജുനോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെയായിരുന്നു: കൂടോത്രത്തിലൂടെയും മന്ത്രവാദത്തിലൂടെയും ഒന്നും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. നീ ഒരു കാര്യം ചെയ്യ, നിന്റെ സുഹൃത്തിനെയും കൂട്ടിയിട്ട് നീ ബ്രഹ്മരക്ഷസ് വാഴുന്ന കാട്ടിലേക്ക് പോകും. അവിടെ ബ്രഹ്മരക്ഷസ് കഴിയുന്ന ആ ആൽമരത്തിന് താഴെയായിട്ട് അവനെ കൊണ്ട് ബ്രഹ്മരക്ഷസിനെ അവഹേളിക്കുന്ന രീതിയിലും അപമാനിക്കുന്ന രീതിയിലും സംസാരിപ്പിക്കാൻ നീ ശ്രമിക്കണം. അങ്ങനെ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രഹ്മരക്ഷസ് നോക്കിക്കൊള്ളും പിന്നെ നിന്റെ സുഹൃത്തിൻ്റെ കാര്യം. അതുകൊണ്ട് അത് കേട്ട് തിരിച്ച് വീട്ടിലെത്തിയ അർജുൻ വികാസിനോട് പറഞ്ഞു: ഇവിടെ ഇരുന്നിട്ട് വല്ലാതെ ബോറടിക്കുന്നു, നമുക്ക് ഇവിടെ അടുത്തുള്ള കാട്ടിലേക്ക് ഹണ്ടിങ്ങിന് പോയാലോ എന്ന്. നമുക്ക് കാടൊക്കെ കയറി അവിടെ സ്ഥലങ്ങളൊക്കെ കണ്ട് തിരികെ വരാമെന്ന് പറഞ്ഞു. ആ സമയത്ത് വികാസ് സന്തോഷത്തോടു കൂടി സമ്മതിച്ചു. കയ്യിലൊരു മൊബൈൽ ക്യാമറയുമൊക്കെ എടുത്തിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോയി. അവിടെ പോകുന്ന വഴിയെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ ഫോട്ടോ എടുത്തിട്ട് അവർ രണ്ടും മുന്നോട്ടേക്ക് പോയി. ആദ്യമായിട്ടായിരുന്നു വികാസ് ആ ഗ്രാമത്തിലും അതുപോലെ ആ കാടിനുള്ളിലേക്കും എത്തുന്നത്. എന്നാൽ ഉൾക്കാടുകളിലേക്ക് പോകുന്ന സമയത്ത് വികാസിനോട് അർജുൻ ബ്രഹ്മരക്ഷസിനെ കുറിച്ചുള്ള ഒരുപാട് കഥകൾ പറയാൻ തുടങ്ങി. ഈ കാട്ടിൽ ബ്രഹ്മരക്ഷസ് വാഴുന്നുണ്ട്. ഈ ബ്രഹ്മരക്ഷസ് നിൽക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പടുകൂറ്റൻ ആൽമരത്തിലാണ് എന്നൊക്കെ വികാസിനോട് പറഞ്ഞു. എന്നാൽ വികാസ് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നവനാണെങ്കിൽ പോലും, ഈശ്വര വിശ്വാസമുള്ള ആളാണെങ്കിൽ പോലും, അവന് ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജി വിശ്വാസങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് അർജുനോട് പറഞ്ഞു: ഹേയ്, അതൊന്നും ഞാൻ വിശ്വസിക്കില്ല, അങ്ങനെയൊന്നും ഈ ഭൂമിയിൽ ഒന്നുമില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി. എന്നാൽ ഞാൻ നിനക്ക് ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവർ ആ ബ്രഹ്മരക്ഷസിനെ ആവാഹിച്ച് തളച്ചിരിക്കുന്ന ആ പടുകൂറ്റം ആൽമരത്തിന് താഴെ അവർ രണ്ടുപേരും എത്തി. അവിടെ വെച്ചിട്ട് ഈ ആൽമരത്തിലാണ് ബ്രഹ്മരക്ഷസ് കഴിയുന്നതെന്ന് അർജുൻ വികാസിനോട് പറഞ്ഞു. നീ വിളിച്ചാൽ ഒരു പക്ഷേ ആ ബ്രഹ്മരക്ഷസ് വരുമോ എന്നൊക്കെ വികാസ് അർജുനെ കളിയാക്കി പറഞ്ഞു. ഇല്ലില്ല, നീ വിളിച്ചാൽ ഒരുപക്ഷെ അത് വരും. അത് എങ്ങനെയാണ് വരുന്നത് എന്ന് എൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. അതിനെ ആരെങ്കിലും അപമാനിക്കുകയോ അവഹേളിക്കുകയോ ആ മരത്തിൽ പോയി തൊടുകയോ ആ മരത്തിൽ ചവിട്ടുകയോ ചെയ്താൽ അതിന് ദേഷ്യം വരും. അത് പിന്നെ അത് ആരാണോ ചെയ്തത് അവരെ എങ്ങനെയെങ്കിലും വകവരുത്തുകയും അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും എന്ന് കേട്ടിട്ടുണ്ട്. നീ ധൈര്യമുണ്ടെങ്കിൽ ആ മരത്തിൽ പോയി തൊടുകയോ ചവിട്ടുകയോ ചെയ്യേ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ വികാസ് അർജുൻ്റെ ഈ വാക്ക് കേട്ട് ആ മരത്തിന് താഴേക്കായി പോയി. എന്നാൽ വികാസ് ആ മരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്തോറും അവിടെ ശവം ചീഞ്ഞു നാറുന്ന തരത്തിലുള്ള ഒരു വല്ലാത്ത ദുർഗന്ധം അവന് അനുഭവിക്കാൻ തുടങ്ങി. ആ മരത്തിന് താഴെ എത്തിയിട്ട് അവൻ കാലുകൊണ്ട് ആ വലിയ ആൽമരത്തെ ഒന്ന് തൊഴിച്ചു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ചില ഭാഗങ്ങളിലൊക്കെ അവൻ കൈകൊണ്ട് സ്പർശിക്കുകയും ചെയ്തു. പിന്നെ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ ബ്രഹ്മരക്ഷസേ എന്നൊക്കെ അവൻ അവിടെ നിന്ന് ആർത്തുല്ലസിച്ചു. ആ സമയത്തൊക്കെ അർജുൻ്റെ മുഖത്ത് ഭാവങ്ങൾ മാറി മറിയുന്നുണ്ടായിരുന്നു. ഒരു വല്ലാത്ത തരം വിചിത്രമായ ഭാവം. പെട്ടെന്നാണ് അവിടെ മൊത്തം അന്തരീക്ഷം മാറിയത്. ഒരു കൊടുങ്കാറ്റ് അവിടെ ആഞ്ഞു വീശാൻ തുടങ്ങി. പെട്ടെന്ന് അർജുൻ പറഞ്ഞു: ബ്രഹ്മരക്ഷസ് വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് എന്ന്. ഈ കാട്ടിൽ നല്ല കാറ്റ് നമ്മൾ നേരത്തെ വരുമ്പോഴേ ഉണ്ട്, മഴ വരുന്നതിൻ്റെ സൂചനയാണ് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് അർജുൻ അരികിലേക്ക് നടന്നു. അർജുനോട് പറഞ്ഞു: എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ അർജുനെ, നീ പറഞ്ഞതൊക്കെ കള്ളമാണോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് മുന്നോട്ടേക്ക് പോയി. ആ സമയത്ത് അർജുൻ വിചാരിച്ചു: ആ മന്ത്രവാദി എന്നെ കബളിപ്പിച്ചതാണ്, വികാസിന് ഒന്നും തന്നെ സംഭവിച്ചില്ലല്ലോ എന്ന മനസ്സിൽ ഓർത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ അവർ മുത്തശ്ശിയുടെ വീട്ടിലെത്തി. ആ സമയത്ത് അർജുൻ വികാസിനോട് പറഞ്ഞു: ശരി, നമുക്കിന്ന് തന്നെ മടങ്ങാം, ഞാനിപ്പോൾ ഓക്കെ ആയി എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും പട്ടണത്തിലേക്ക് മടങ്ങി. എന്നാൽ പട്ടണത്തിലേക്ക് മടങ്ങും വഴി വികാസ് പറഞ്ഞു: ഞാൻ അമ്മയെ കണ്ടിട്ട് വരാം,
നീ കോളേജിലേക്ക് പോയിക്കോളൂ, ഞാൻ അമ്മയെ കണ്ടിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ പകുതി വഴിയിലെ അവൻ്റെ ഗ്രാമത്തിലേക്ക് ഇറങ്ങി. അവിടെ നിന്ന് അവൻ അമ്മയുടെ അടുത്തേക്ക് പോയി. അന്ന് രാത്രിയായിരുന്നു വികാസിൻ്റെ ജീവിതത്തിൽ ഈ വിചിത്രമായ ആരംഭം സംഭവിക്കാൻ തുടങ്ങിയത്. അന്ന് രാത്രി പെട്ടെന്ന് ഉറക്കത്തിനിടയിൽ തൻ്റെ കാലിൽ ആൽമര വള്ളികൾ ചുറ്റി വരിഞ്ഞ് മുറുക്കുന്നത് പോലെ അവൻ സ്വപ്നം കണ്ടു. പെട്ടെന്ന് എഴുന്നേറ്റ വികാസ് താഴേക്ക് നോക്കുന്ന സമയത്ത് ആൽമര വള്ളികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് ആ കാടിനുള്ളിൽ ആൽമരത്തിന് താഴെ ചീഞ്ഞു കിടക്കുന്ന ഒരു തരം മണ്ണ് അവൻ്റെ കാലിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്നു. എന്നത് മാത്രമല്ല, അവൻ്റെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും നഖം കൊണ്ട് പോറിയതുപോലെ രക്തമൊഴുകുന്ന മുറിപ്പാടുകളും സംഭവിച്ചിരുന്നു. അടുത്ത ദിവസം അവൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൻ്റെ ശരീരത്തിലെ മുറിപ്പാടുകളും കാണിച്ചു കൊടുത്തു. ഇന്നലെ നിങ്ങൾ കാടിനുള്ളിൽ പോയപ്പോൾ എന്തെങ്കിലും ചെടികളോ മുള്ളോ കൊണ്ടതാവാം എന്ന് അമ്മ അവനെ ആശ്വസിപ്പിച്ചു. അടുത്ത ദിവസം അവൻ കോളേജിലേക്കും പോയി. എന്നാൽ കോളേജിലേക്ക് എത്തിയ സമയത്ത് നന്ദിനിയെ അവൻ നോക്കുന്ന സമയത്ത് നന്ദിനി അവനോട് ചിരിക്കുന്നുണ്ടായിരുന്നു. എവിടെയാണ് 2 ദിവസം പോയത് എന്നൊക്കെ അവനോട് ചോദിക്കുമ്പോൾ അത് അവന് നന്ദിനിയുടെ മുഖം ഒരു രാക്ഷസിയുടെ പോലെ, അതിൻ്റെ രൂപമൊക്കെ മാറി ഒരു വല്ലാത്ത പൈശാചിക രൂപത്തിൽ മാറുന്നത് പോലെ അവന് തോന്നി. അവൾ അവനോട് സംസാരിക്കുന്ന സമയത്ത് ഒരു ഭീകര സത്വം ഉറക്കെ ഉറക്കെ ഗർജിക്കുന്നത് പോലെ തോന്നി. അതുകൂടി കണ്ടതോടെ അവൻ്റെ മനസ്സ് മുഴുവൻ അസ്വസ്ഥമാക്കി. ഇതൊക്കെ അർജുൻ ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല സുഖമല്ല, ഞാൻ വീട്ടിലേക്ക് തന്നെ പോവുകയാണെന്ന് പറഞ്ഞ് അർജുനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും മടങ്ങി. അന്ന് രാത്രി പെട്ടെന്ന് ഉറക്കത്തിനിടയിലാണ് അവൻ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് അവൻ്റെ മുന്നിലേക്ക് ഒരു കരിഞ്ഞ രൂപമുള്ള ഒരു വലിയ ഭീകര സ്വത്വം പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് പറഞ്ഞു, നീ എന്നെ കബളിപ്പിച്ചു, നീ എന്നെ അധിക്ഷേപിച്ചു, നീ എന്നെ മാനം കെടുത്തി, എൻ്റെ ശരീരത്തിൽ നീ ചവിട്ടുകയും ചെയ്തു, ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ആ ബ്രഹ്മരക്ഷസ് അവനെ പല രീതിയിലും വളരെ ക്രൂരമായ രീതിയിലും അവൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ അവൻ അലറി വിളിക്കുന്ന ശബ്ദം കേട്ട് അവൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വന്ന സമയത്ത് ആർത്ത് നിലവിളിക്കുന്നതും അതുപോലെ സ്വന്തം കൈകൊണ്ട് മുഖവും ശരീരവും ഒക്കെ നഖം കൊണ്ട് കീറി മുറിക്കുന്നതുമായിട്ടുള്ള വികാസിനെയായിരുന്നു അമ്മ കണ്ടത്. ഉടനെ തന്നെ സ്വന്തം കൈകൊണ്ട് തന്നെ അവൻ്റെ തല അവൻ ഉറക്കെ തിരിക്കാനായി തുടങ്ങി. പെട്ടെന്ന് അവൻ അവിടെ ബോധരഹിതനായിട്ട് വീണു. ഉടനെ അവനെ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് അവൻ തളർന്നു പോയിരുന്നു. 3-4 ദിവസം ചികിത്സിച്ചു. എന്നാൽ 4ാമത്തെ ദിവസം അവൻ മരണപ്പെടുകയും ചെയ്തു. എന്നാൽ എന്താണ് മരണകാരണം എന്നറിയാനായിട്ട് അവൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് ഒന്നടങ്കം ഞെട്ടി. ഡോക്ടേഴ്സ് വികാസിനുള്ളിൽ കണ്ടെത്തിയ ഹൃദയം ചീഞ്ഞു പോയിരുന്നു. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവനോടെ ഉണ്ടാകുമ്പോൾ ഹൃദയം ചീഞ്ഞു പോകുന്നത് എന്നായിരുന്നു ഡോക്ടേഴ്സിൻ്റെ എല്ലാവരുടെയും സംശയം. അമ്മയെ ഡോക്ടേഴ്സ് എല്ലാവരും കൂടി സമാധാനിപ്പിച്ച് അവനെ അടക്കം ചെയ്യുകയും ചെയ്തു. എന്നാൽ അടക്കം ചെയ്ത സമയത്തൊന്നും അർജുൻ അങ്ങോട്ടേക്ക് എത്തിയിരുന്നില്ല. അർജുൻ അടുത്ത ദിവസം തന്നെ നന്ദിനിയോട് തൻ്റെ പ്രണയം പറയാൻ പോകുന്ന സമയത്ത് നന്ദിനി അത് തീർത്തും നിരാകരിച്ചു എന്നതും അവന് വല്ലാത്ത തരത്തിലുള്ള അസ്വസ്ഥതയും അതുപോലെ മാനം കെടലും അനുഭവപ്പെട്ടു. എന്നാൽ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത് ഒരു ദുഷ്ടശക്തിയല്ല. ഒരു ബ്രാഹ്മണൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് ബ്രഹ്മരക്ഷസായി മാറും. അതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മരക്ഷസിന് ഇതിൻ്റെ പിന്നിലുള്ള സത്യം അറിയണം എന്ന ഉദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് വികാസിനെ ഇത് ചെയ്യിപ്പിച്ച സൂത്രധാരനെ കൂടി ആ ബ്രഹ്മരക്ഷസ് കണ്ടെത്തി. പിന്നീട് അവനും തക്കതായ ശിക്ഷ ആ ബ്രഹ്മരക്ഷസ് നൽകി. അവൻ വീട്ടിലിരിക്കുന്ന സമയത്ത് തിളപ്പിച്ച വെള്ളം അവൻ സ്വയം അവൻ്റെ ശരീരത്തിലേക്ക് ഒഴിപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് അവനെ തിളപ്പിച്ച എണ്ണയിൽ കൈമുക്കാൻ പ്രേരിപ്പിച്ചു. പിന്നീട് അവൻ്റെ ശരീരത്തിലെ മുടിയും അതുപോലെ പുരികവും കൺപീലികളുമെല്ലാം ഓരോന്നോരോന്നായിട്ട് കൊഴിയാൻ തുടങ്ങി. പിന്നീട് ഒരിക്കൽ പെട്ടെന്ന് അർജുന് ഒരു ദിവസം കാണാതായി. പല ഭാഗങ്ങളിലും അന്വേഷിച്ചെങ്കിലും ആർക്കും ലഭിച്ചില്ല. അങ്ങനെയാണ് മുത്തശ്ശിയുടെ ഗ്രാമത്തിലെ ആ ആൽമരച്ചുവട്ടിൽ നിന്നും ഏകദേശം 7-8 ദിവസം പഴക്കം തോന്നിക്കുന്ന ഒരു ശവശരീരം ആ ഗ്രാമവാസികൾക്ക് ലഭിച്ചത്. ആ ബോഡി നിരീക്ഷണത്തിലും അവിടെ കണ്ടെത്തിയ അടയാളങ്ങളും വെച്ചിട്ട് അത് അർജുനാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. പ്രണയത്തിൻ്റെ പേരിൽ അവരിലേക്ക് വന്ന ഈ മരണം അവർ 2 പേരും സ്വയം ഏറ്റുവാങ്ങിയതാണ് എന്നാണ് ഈ കഥയുടെ ഉള്ളടക്കം മനസ്സിലാക്കുന്നത്. ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.